മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നുള്ള വാർത്ത വരുന്നു. റോഷിപാൽ, മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടുകയാണ് പുനരധിവാസ പദ്ധതിക്ക്. ടൗൺഷിപ്പിന്റേതടക്കം എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തീരുമാനം? സുജയ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതി നേരത്തെ അതിന്റെ കരട് സർക്കാർ മന്ത്രിസഭാ യോഗം പ്രത്യേകം വിളിച്ച് ആ യോഗത്തിൽ ചർച്ച ചെയ്താണ്. അതിനുശേഷം അതിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കി ഇന്നത്തെ മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു സമയക്രമം വെച്ച് ആ സമയക്രമത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നടക്കമുള്ള വളരെ വിശദമായി ഈ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കിഫ്ബിയാണ് ഈ പദ്ധതിയുടെ ഈ രൂപരേഖ തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വൈകിട്ട് 3:30 മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. ഏതായാലും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസം വൈകുന്നതിനെതിരെ പ്രതിപക്ഷമടക്കം കടുത്ത പ്രതിഷേധമുയർത്തിയ സാഹചര്യമുണ്ടായിരുന്നു. അതിലൊക്കെ വ്യത്യസ്തമായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ കോടതി അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയായിരുന്നു. ഏതായാലും അതിൻ്റെ പദ്ധതിയുടെ രൂപരേഖ ഏതായാലും മന്ത്രിസഭ അംഗീകരിച്ചു. അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും. കർണാടക സർക്കാരിൻ്റെ പ്രതിനിധി അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ ഈ പുതിയ ഈ പദ്ധതി എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ ഏതൊക്കെ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായി സംസാരിക്കും. വൈകിട്ട് 3:30 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുക. സുജയ, പുനരധിവാസ പദ്ധതിയിലേക്ക് എത്തുന്നു. അതിന്റെ സർവേ നടപടി തുടങ്ങിയിരിക്കുന്നു എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ എന്നുള്ളത് അവിടെ നിന്ന് തത്സമയം സാനിയോ നമ്മളെ കാട്ടിത്തന്നിരുന്നു. പുനരധിവാസ പദ്ധതിയിലേക്ക് ഈ എസ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് ഈ ടൗൺഷിപ്പ് അടക്കം നടപ്പാക്കേണ്ടത്? സ്പോൺസർമാരുമായുള്ള കൂടിയാലോചനയല്ലേ ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്? റോഷിപാൽ. സുജയ, ഇനി സ്പോൺസർമാരുള്ള കൂടിയാലോചനയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഓഫീസിൽ സ്പോൺസർമാരുമായി സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തും. അവർക്ക് ഈ പദ്ധതി എങ്ങനെയാണ്, അത് ഏതൊക്കെ സമയം കൊണ്ട് പൂർത്തീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ അവർക്ക് വിശദീകരിച്ച് നൽകും. അതിനുശേഷം എത്രയും പെട്ടെന്ന് പദ്ധതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുക എന്നതാണ്. ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി അതിൻ്റെ പ്രാഥമികമായുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് അതിൻ്റെ നിയമക്രമങ്ങളുണ്ട്. അത് കാലതാമസം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തീകരിക്കുക. കാരണം കെട്ടിടങ്ങൾ നിർമ്മിക്കണം, ടൗൺഷിപ്പാണ്, അവിടെ വിദ്യാലയങ്ങൾ, ഒപ്പം ആരാധനാലയങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങിയ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനത്തോടുകൂടി നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് അനുസരിച്ചാണെങ്കിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒരു പുനരധിവാസ പദ്ധതിയാകും വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുക എന്നതാണ്. ഒട്ടേറെ ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ വാഗ്ദാനമായി വന്നിട്ടുണ്ട്. അത് കർണാടക സർക്കാർ തന്നെ 100 വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതും. അവർക്ക് ഈ പദ്ധതി സർക്കാർ തീരുമാനങ്ങൾ, എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്, അതിനൊപ്പം തന്നെ ഏതൊക്കെയാണ് അതിൻ്റെ മാതൃക എന്നടക്കമുള്ള വളരെ വിശദമായ കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കൈമാറും. അതിനുശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഏതായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് 3:30 വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്ര സഹായമടക്കം വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ സ്പോൺസർമാർ നിലവിൽ ആവശ്യമായതിലും അധികം വീടുകൾ സ്പോൺസർ ചെയ്യാൻ ആളുകൾ നിൽക്കുകയല്ലേ റോഷിപാൽ? അതിൽ നിന്നുള്ള ഒരു തീരുമാനമെടുക്കൽ അതുകൂടി ഇന്നത്തെ യോഗത്തിൽ പ്രതീക്ഷിക്കാമോ? സുജയ, പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാൻ സഹായം വാഗ്ദാനം ചെയ്ത് പല സംഘടനകളും വന്നിട്ടുണ്ട്. അത് കർണാടക സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത്. അതിനു പുറമെ അതിതീവ്ര ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റ് പലതരത്തിലുള്ള സഹായങ്ങൾ, അത് NGOകൾ വഴിയുള്ള സാമ്പത്തിക സഹായങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ MP-മാരുടെ സഹായങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം കൂടെ ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കുക എന്നത് സർക്കാരിന് വെല്ലുവിളിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം NGOകൾ സ്വാഭാവികമായും വിദേശത്ത് നടക്കുമുള്ള NGOകൾക്ക് സഹായിക്കാനുള്ള അവസരം കൂടിയായി
അതിതീവ്ര ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് ഈ ഉരുൾപൊട്ടൽ വന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പുനരധിവാസം, അതിൻ്റെ നിയമപരമായ കാലതാമസം, ഈ ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് സാധാരണഗതിയിൽ വെല്ലുവിളിയാകുക. പക്ഷേ ഹൈക്കോടതി അതിന് പച്ചക്കൊടി നൽകിയതാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇതിലിപ്പോൾ ഇന്നത്തെ യോഗത്തിൽ കർണാടക സർക്കാരിന്റെ പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ടല്ലോ. റോഷിപാൽ, ഈ പുനരധിവാസ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പുനരധിവാസ പദ്ധതിയുടെ വിശദാംശങ്ങൾ സ്പോൺസർമാരെ അറിയിക്കുന്നതിനായി അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിൽ യോഗം ചേരാൻ പോവുകയാണ്. 50 വീടുകളിൽ കൂടുതൽ നിർമ്മിച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത ആളുകളെയല്ലേ ആദ്യഘട്ടത്തിൽ കാണുന്നത്. 100 വീടുകളാണ് കർണാടക സർക്കാർ വാഗ്ദാനം ചെയ്തത്. രാഹുൽ ഗാന്ധിയും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നു. അവരും എത്തിയിട്ടുണ്ടോ? സുജയ, രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധി ഉൾപ്പെടെ പിന്നീട് ഡിവൈഎഫ്ഐയുടെ പ്രതിനിധികൾ, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൂടി യോഗത്തിലേക്ക് വിളിച്ചത്. കാരണം മുസ്ലിം ലീഗും വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം ചെയ്തിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികം, പിന്നെ ടി സിദ്ദിഖ്, കൽപ്പറ്റ MLA കൂടിയ, സ്ഥലം MLA കൂടിയ ടി സിദ്ദിഖ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ മാത്രമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകാമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. അതുകൊണ്ടാണ് അന്ന് സ്വാഭാവികമായും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയെ കൂടി ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ യോഗം തുടങ്ങുമ്പോൾ പുനരധിവാസ പദ്ധതിക്ക് മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകിയിരിക്കുന്നു സംസ്ഥാന മന്ത്രിസഭ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം വേഗത്തിലാകാൻ പോകുന്നു എന്നുള്ള നല്ല വാർത്തയാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സ്പോൺസർമാരുമായി നടക്കുന്ന യോഗം കൂടി പൂർത്തിയായതിനു ശേഷം 3:30 മുഖ്യമന്ത്രി തന്നെ വാർത്താസമ്മേളനം വിളിച്ച് അത് വ്യക്തമാക്കും. ആ വാർത്താസമ്മേളനം പ്രേക്ഷകർക്ക് തത്സമയം കാണാം റിപ്പോർട്ടറിൽ.